നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭാവി സംരക്ഷിക്കുന്നതിന് ഈ ഇൻഷുറൻസ് അഡ്വൈസറെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പോളിസി വാങ്ങുന്നതിന് മുമ്പ് ഈ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇൻഷുറൻസ് വാങ്ങുന്നത് എളുപ്പമാണ്, പക്ഷേ ശരിയായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലരും ഇൻഷുറൻസ് വാങ്ങുന്നത് ഒരു സുഹൃത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ നിർബന്ധം കൊണ്ടാണ്. ഇൻഷുറൻസ് സെയിൽസ് പലപ്പോഴും നടക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. നമുക്ക് നോ എന്ന് പറയാൻ മടിയുള്ളത് കൊണ്ട് മിക്കപ്പോഴും നമ്മുടെ സ്വന്തം ആവശ്യങ്ങളും മനസ്സിലാക്കാതെയാണ് പലരും പോളിസികൾ വാങ്ങുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഒരു സാമ്പത്തിക പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഗോളോ വന്നപ്പോൾ വാങ്ങിയ പോളിസി അവരുടെ യഥാർത്ഥ ആവശ്യത്തിന് അനുയോജ്യമല്ലെന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഒരുപാട് വർഷമായി ഞാൻ ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഞാനൊരു സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ കൂടിയാണ്. ഞാനൊരു പ്രൊഡക്റ്റ് അല്ല കസ്റ്റമറുടെ അടുത്ത് ആദ്യമേ സംസാരിക്കുക. ഞാൻ ആദ്യം കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫൈനാൻഷ്യൽ സൊല്യൂഷൻ ആണ് അനുയോജ്യമെന്ന് എനിക്കിപ്പോൾ അറിയില്ല എന്നാണ് പറയാറ്. കാരണം എന്താ? ആദ്യം എനിക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൊല്യൂഷൻ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. ആ ഡിസൈൻ നിങ്ങൾ അംഗീകരിച്ചതിന് ശേഷമാണ് വിപണിയിൽ ഏറ്റവും ലഭ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുക. കാരണം ശരിയായ പ്രോസസ്സ് ഇല്ലാതെ ശരിയായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സൊല്യൂഷൻ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കില്ല. അടുത്ത തവണ നിങ്ങളൊരു ഇൻഷുറൻസ് ഏജൻറ്റിനെ അല്ലെങ്കിൽ ഒരു അഡ്വൈസറിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവണം. എൻ്റെ ഫൈനാൻഷ്യൽ ഗോൾസ് മനസ്സിലാക്കിയ ശേഷമാണോ നിങ്ങൾ പോളിസി റെക്കമെൻഡ് ചെയ്യുന്നത്? രണ്ടാമത്തത്, പോളിസി നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു നീഡ് അനാലിസിസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ അവർക്ക് സാധിക്കുമോ എന്ന് ചോദിക്കണം. എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ റിക്വയർമെൻറ്റ് മാറുന്നതനുസരിച്ചിട്ട് എൻ്റെ പ്ലാനിൽ ഇയർ ഓവർ ഇയർ വർഷം തോറും റിവ്യൂ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുമോ എന്നുള്ളത് കൂടി ചോദിക്കണം. ഈ 3 ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോളിസി മാത്രമല്ല ഒരു പ്രൊഫഷണൽ അഡ്വൈസറി റിലേഷൻഷിപ്പ് കൂടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ ഇൻഷുറൻസ് അഡ്വൈസറിനോട് നിങ്ങൾ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ തീർച്ചയായിട്ടും ഫിസ്കോ പ്രോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടണം. എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും നീഡ് അനാലിസിസും ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസും ആനുവൽ റിവ്യൂ എന്നിവയൊക്കെ പ്രൊഫഷണലായിട്ട് ഈ ഫിസ്കോ പ്രോയുടെ സഹായത്തോടുകൂടി ചെയ്യാൻ സാധിക്കും. കാരണം മികച്ച ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് പ്രൊഡക്ട്സ് സെല് ചെയ്യാറില്ല. അവർ ഒരു ഫാമിലിയുടെ ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റീസും അവരുടെ ഭാവിയും ഒക്കെ രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കാറ്.